ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നിളമോളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്. പൈസ ഇപ്പം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. വിനീത് അക്കൗണ്ടിൽ ATM പോയി പൈസ നോക്കുമ്പോൾ ATM ഇല്ല, പൈസ ഒട്ടും തന്നെ പൈസ ഇല്ല. ആകെ ഒരു 500 ചില്ലാൻ രൂപ മാത്രമേ അക്കൗണ്ടിൽ കിടക്കുന്നുള്ളൂ. അങ്ങനെ കാവേരി ഉടനെ തന്നെ വിളിച്ചു വരുത്തുകയും കാവേരിയും വിനീതും കൂടിയിട്ട് ബാങ്കിലോട്ട് പോയിട്ട് കാര്യങ്ങൾ തിരക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും നമ്പർ ചോദിച്ച് ആരെങ്കിലും വിളിച്ചായിരുന്നോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് എന്തായാലും പൈസ പോയിട്ടുണ്ട്, 50 ലക്ഷവും പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ വിനീത് തനിക്ക് വന്ന ആ കോളിനെ കുറിച്ചും താൻ പറഞ്ഞു കൊടുത്ത OTPയും പിൻ നമ്പറും അല്ലാതെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ കാവേരി ചോദിക്കുന്നുണ്ട്, എന്താണ് വിനീതേട്ടന് ഇത്ര അറിവില്ലാതെ ആയിപ്പോയി, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ച് വിനീതിനെ കുറ്റപ്പെടുത്തുകയാണ്. എന്തായാലും നിളയെ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കണം, മറ്റാരും തന്നെ ഇത് അറിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മുടെ വിനീത് എന്തായാലും ഗംഗയോട് പറയാനൊക്കെ പോകുമ്പോൾ വേണ്ട എന്ന് കാവേരി പറയുന്നുണ്ട്. പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം, എന്തായാലും നിളമോളുടെ ഓപ്പറേഷൻ നടക്കാനൊന്നും പോകുന്നില്ല. അവർ ചിലപ്പോൾ വിനീതേട്ടനെ കുറ്റപ്പെടുത്തും, ഒരു പക്ഷേ വിനീതേട്ടന് അത് വിഷമാവും, അതിലിപ്പോൾ എന്താ ഇരിക്കുന്നത്, അതുകൊണ്ട് അവരോടൊന്നും പറയണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ വിനീത് ഇങ്ങനെ വിഷമിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടുത്തെ അച്ഛൻ, പള്ളിയിലെ അച്ഛൻ്റെ അരികിലേക്ക് പോവുകയാണ്. ആള് തുന്നൻ്റെ ആ ഒരു ഓർഡറൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ അരമനയിലെ ഓർഡർ. അപ്പം അങ്ങനെ അവിടെ ചെന്നിട്ട് അച്ഛനോട് ഈ ഒരു കാര്യം പറയുകയാണ്. അച്ഛാ, ഇങ്ങനെ നിള എൻ്റെ മാമൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അത് എന്തായി, ഓപ്പറേഷൻ കഴിഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അച്ഛൻ, പള്ളിയിലെ അച്ഛൻ. അപ്പം ഇല്ല അച്ഛാ, അത് എൻ്റെ ബുദ്ധിമോശം കൊണ്ട് 50 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ്. എന്തായി പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ കാര്യകാരണ സഹിതം എല്ലാതും പറയുകയാണ് വിനീത്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താ വിനീത്, എങ്ങനെയൊക്കെയാണോ കെയർലെസ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുണ്ടോ, എന്താ ഇതൊക്കെ കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിനീതിനെയും അച്ഛൻ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, എന്തായാലും നീ വിഷമിക്കണ്ട, കാര്യങ്ങളൊക്കെ നോക്കാം നമുക്കെന്ന് പറയുമ്പോൾ അച്ഛൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ അവളുടെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി, ഈ പള്ളിയിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം ഞങ്ങൾക്ക് കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ വന്ന് പറഞ്ഞാലൊന്നും അങ്ങനെ കിട്ടില്ലടാ, ഞാൻ നോക്കട്ടെ, എൻ്റെ പരമാവധി ഞാൻ നോക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം എന്ന് പറയുകയാണ്. എന്തായാലും ഇപ്പം തരുന്ന ഓർഡർ കറക്റ്റ് സമയത്ത് കറക്റ്റ് നല്ല രീതിയിൽ നല്ല ഭംഗിയിലൊക്കെ തയ്ച്ചു കൊടുക്കണം കേട്ടോ. ഇതിലും നീ ഇങ്ങനെ കെയർലെസ് ആയ കാര്യങ്ങൾ ചെയ്യരുത്, ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നാണക്കേട് എനിക്കാണ് കേട്ടോ എന്നിങ്ങനെ അച്ഛൻ പറയുമ്പോൾ, ഇല്ല അച്ഛൻ, ഞാൻ പരമാവധി എൻ്റെ ഇതുപോലെ ചെയ്തോളാം. അപ്പോൾ എവിടെയാണ് തുന്നുന്നതെന്ന് ചോദിക്കപ്പോൾ എന്തായാലും വീട്ടിൽ വെച്ച് തന്നെ തുന്നാം, അല്ലാതെ മറ്റൊരു കട ഇട്ടതെന്ന് വെച്ചാൽ അവിടേക്ക് വാടകയൊക്കെ വളരെ കൂടുതലാണ്, അതൊന്നും തൽക്കാലം ഇപ്പം താങ്ങില്ല എന്ന് പറയുമ്പോൾ, ശരി വിനീത, എന്നാൽ നീ സമാധാനമായിട്ട് പോയെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങനെ വിനീതിനെ പറഞ്ഞു വിടുകയാണ്. നിവിൻ്റെ അരികിലേക്ക് നമ്മുടെ രാഗിണി വരുന്നുണ്ടല്ലോ. അപ്പം രാഗിണിയെ വളരെ ദേഷ്യപ്പെട്ടിട്ട്, നിന്നെ എനിക്ക് കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് രാഗിണിയെ വെറുപ്പിച്ച് അങ്ങനെ വിടുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് രാഗിണി മാത്രമല്ല വന്നിട്ടുള്ളത്, ജയപാലൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പം ജയപാലൻ്റെ അരികിൽ വന്നിട്ട് രാഗിണി ഒരു ഹോട്ടൽ മുറിയിലാണ്. അവർ വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛ, എങ്ങനെയൊക്കെ നെവിനെ ഞാൻ കണ്ടിരുന്നു, നിവിനിങ്ങനെ എന്നെ വളരെ മോശമായിട്ടാണ് എന്നോട് പെരുമാറിയത്, എന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് തന്നെയാണ് ഇപ്പോഴും അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, നീ ഒരു കാര്യം ചെയ്യും, അങ്ങനെ എൻ്റെ മോളെ വെറുത്തിട്ട് അവൻ ഒരാളെയും കല്യാണം കഴിക്കില്ല, കാവേരിയെ ഒന്നും കല്യാണം കഴിക്കില്ല, എനിക്കറിയാം എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ രാഗിണി ചോദിക്കുന്നത്, അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്, അവനെ വല്ല അപകടപ്പെടുത്താനാണോ എന്ന് ചോദിക്കുമ്പോൾ, കൊല്ലാൻ വല്ലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നീ അറിയണ്ട എന്ന് പറയുമ്പോൾ, അച്ഛ, അവനെ ഒന്നും ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കാണ്. നീ എന്തായാലും ഇവിടെ ഇരിക്കും, ഞാൻ ഒരിട വരെ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ജയപാലൻ അങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നിവിനാണെങ്കിൽ രാത്രിയാണ് കേട്ടോ. അപ്പം നിവിനാണെങ്കിൽ റോഡ് സൈഡിൽ ഇങ്ങനെ ആരോടോ ഫോൺ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് 2 വീലറിൽ. അപ്പോൾ ജയപാലൻ വന്നിട്ട് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ജയപാലൻ ഇറങ്ങി വന്നിട്ട് നിവിനോട് പറയുന്നുണ്ട്, എടാ അപ്പോൾ നിവിൻ കളിയാക്കാണ്, അത് ശരി, മോള് മാത്രമല്ലല്ലേ, അച്ഛനും കുറ്റിയും പറക്കി വന്നിട്ടുണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കാണ്. അപ്പോൾ ആ സമയത്ത്, എടാ നീ എൻ്റെ മോളെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞല്ലോ, ഇല്ല ഒരിക്കലും കല്യാണം കഴിക്കില്ല, നിങ്ങളെ മോളെ കല്യാണം കഴിക്കുക എനിക്കെന്താ എന്നൊക്കെ ചോദിച്ചിട്ട് അവരിങ്ങനെ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. അത് മാറി നിൽക്കണോ എന്ന് പറഞ്ഞിട്ട്, നീ ഇതിനനുഭവിക്കുമെന്ന് ജയപാലൻ പറയുമ്പോൾ, താൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടത് ചെയ്യ് എന്നും പറഞ്ഞിട്ടാണ് അവിടെ നിന്നും നമ്മുടെ നിവിൻ വണ്ടി എടുത്ത് പോവുകയാണ്. പക്ഷെ ജയപാലൻ വിടുന്നില്ല, ജയപാലന്റെ വാശി ഇരട്ടിയാവുകയാണ്. ജയപാലൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിവിനോട് പറയുന്നുണ്ട്, ഡ്രൈവറോട് പറയാണ്, അവൻ തന്നെയാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ അവൻ നിവിൻ്റെ പുറകെ ആയിട്ട് പോവുകയാണ്. അങ്ങനെ നിവിൻ്റെ പുറകെ പോയിട്ട് അവൻ്റെ വണ്ടി ഇടിച്ചിടുകയാണ്. നിവിനാണെങ്കിൽ വണ്ടി മറിഞ്ഞ് അപ്പം തന്നെ ബോധം പോയി അവൻ അപകടത്തിലാവുകയും ചെയ്യുന്നുണ്ട്. റോഡ് സൈഡിൽ അങ്ങനെ കിടക്കുകയാണ്.
ആൾക്കാർ കണ്ട് കൂടുന്നു. അവിടേക്ക് ഓടി വരുന്നത് കണ്ടിട്ട് ജയപാലൻ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് രാഗിണിക്ക് സമാധാനം ഇല്ല, ജയപാലൻ ഇങ്ങനെ പറഞ്ഞു പോയതിന്റെ പേരിൽ. അങ്ങനെ രാഗിണിയും തന്റെ കാർ എടുത്ത് പുറത്തിറങ്ങുകയാണ്. ആ സമയത്തും ഈ രാഗിണി കാണുന്നത് നിവിൻ ഇങ്ങനെ റോഡ് സൈഡിൽ ചോരയിൽ കുളിച്ച് കിടക്കുന്ന, ബോധമില്ലാതെ കിടക്കുന്നതാണ് കാണുന്നത്. എന്താ പറ്റിയത് എന്ന് അവിടെ കൂടി നിൽക്കുന്ന ആളോട് ചോദിക്കുമ്പോൾ ഒരു ആക്സിഡന്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിവിനെ എണിക്കൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും ചേർന്ന് രാഗിണിയുടെ കാറിലേക്ക് അവനെ കയറ്റി കൊടുക്കുകയും രാഗിണി പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. അതേ സമയത്താണെങ്കിൽ അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് നിളയെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാവേരി ആണെങ്കിൽ ഡോക്ടറോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടർ പറയാണ്, നിങ്ങളപ്പോൾ ഈ പൈസ ഇല്ലാതെ ഇവിടെ ഇങ്ങനെ അഡ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, എന്താ ഇത്ര ദിവസമായിട്ടും എന്താ ഇത്ര നേരമായിട്ടും പൈസ ഒന്നും കെട്ടാതെ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ഡോക്ടർ ഒരു അബദ്ധം പറ്റി, പൈസ വരാൻ കുറച്ച് സമയമെടുക്കും അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അത് വീട്ടുകാരൊന്നും ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല, എങ്ങനെ അവരോട് പറയുന്ന അറിയില്ല, അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഇതിൻ്റെ ഇടയിൽ പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ സോഷ്യൽ വർക്ക് കാര്യങ്ങളൊക്കെ ഈ ഹോസ്പിറ്റലുണ്ടല്ലോ, ഓപ്പറേഷനൊക്കെ ഇങ്ങനെ ഫ്രീ ആയി ചെയ്ത് കൊടുക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും വഴിയിലൂടെ അങ്ങനെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് ഡോക്ടർ പറയാണ്. അപ്പോൾ രേവതിക്ക് സന്തോഷമാണ്. രേവതി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എൻ്റെ അനിയത്തിയുടെ ഓപ്പറേഷൻ അതുവഴി ഞങ്ങൾക്ക് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടർ പറയാണ്, കാവേരി താൻ പറയുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ, അതിനെ മുന്നേ കൂട്ടി കാര്യങ്ങൾ ഈ ഹോസ്പിറ്റലിൽ അറിയിക്കണം. അതിന്റെ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളും അവരെല്ലാവരും കൂടി ആലോചിച്ചിട്ട് നിങ്ങളുടെ ജീവിത ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അവർ അന്വേഷിക്കും. അങ്ങനെ നിങ്ങൾ അത് വില്ലിങ് ആണോ എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവരെല്ലാവരും കൂടി തീരുമാനിച്ച് അത് പാസ്സാക്കുകയുള്ളൂ. അതിനൊരു 2-3 മാസമൊക്കെ അങ്ങനെ അതിന് നേരത്തെ കൂട്ടി കൊടുക്കണം, അല്ലാതെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാലൊന്നും അത് നടക്കില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിഷമിച്ച് അങ്ങനെ നമ്മുടെ ഇവിടെ കാവേരി അങ്ങനെ നിൽക്കുകയാണ്. ആ സമയം തന്നെയാണ് രാഗിണി നിവിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പൊ തൊട്ടരികിൽ തന്നെ കാവേരി നിൽക്കുന്നുണ്ട്. പക്ഷെ കാവേരി നിവിനെ കാണുന്നില്ല. രാഗിണിയാണെങ്കിൽ കരയുന്നുണ്ട്, ഡോക്ടറോട് ചോദിക്കണം. ഡോക്ടർ പെട്ടെന്ന് വന്നിട്ട് ചോദിക്കണം എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ആക്സിഡന്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു എന്ന് ചോദിക്കുമ്പോൾ അറിയിച്ചു ഡോക്ടർ എന്ന് പറയുന്നുണ്ട്. എന്നാ പെട്ടെന്ന് തന്നെ കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവരെയും കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ കാവേരി ഇപ്പോഴും നിവിനെ കാണുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ അതായത് നരന്റെ കല്യാണ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. മുത്തശ്ശനും മുത്തശ്ശിയും അവനോട് ഇനി എന്താ പറയാ, അവന് എന്താ ഇതുവരെ ഒന്നും പറഞ്ഞിട്ട് അനുസരിക്കാത്തത്, ഇനിയിപ്പോ എന്താ ചെയ്യാന്നുള്ള കാര്യമൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നരൻ അവിടേക്ക് വരികയാണ്. നരനെ വരുന്ന കാണുമ്പോൾ രണ്ടുപേരും മുഖം വീർപ്പിച്ചിരിക്കുന്നുണ്ട്. എന്താ രണ്ടുപേർക്കും ഒരു വിഷമം പോലെ, എന്നോട് ദേഷ്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മുത്തശ്ശിയോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എനിക്കൊരു കല്യാണം വേണ്ട, എന്താ കാരണം എന്നൊക്കെ മുത്തശ്ശിനും കൃത്യമായിട്ട് അറിയാലോ, നിങ്ങൾ ഇങ്ങനെ എന്നെ ധർമ്മസങ്കടത്തിലാക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇളയമ്മ അവിടേക്ക് വരുമ്പോൾ ഇളയമ്മോട് പറയാണ്, ഇവർ ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഭക്ഷണം എടുത്തുകൊണ്ട് വന്ന ഇളയമ്മ ഞാൻ കൊടുക്കാമെന്ന് പറയുമ്പോൾ നീ എന്നോട് കൽപ്പിക്കുന്ന എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഒരു കല്യാണം കഴിച്ചൊരു ഭാര്യയെ കൊണ്ടുപോയോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നരൻ പറയാണ്, പിന്നെ എനിക്കറിഞ്ഞൂടെ പോയി ഭക്ഷണം എടുക്കാനായിട്ട്, അതിനിപ്പോ കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല എന്നും പറഞ്ഞ് പോയി ഭക്ഷണം എടുത്തുകൊണ്ട് വന്ന് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും പിണക്കം മാറ്റി അവർക്ക് വാരി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗം നമുക്ക് അടുത്ത് തന്നെ കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.